Dear students, in this session we are going to discuss the classification of pollutants. Types of pollutants on the basis of decomposition: biodegradable, non-biodegradable. On the basis of occurrence: primary pollutants and secondary pollutants. On the basis of medium: air, water and soil. On the basis of existence: quantitative and qualitative. പൊള്യൂട്ടൻസിനെ പല രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായും വിഘടിക്കുന്നവ, അതാണ് ബയോഡീഗ്രേഡബിൾ എന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നോൺ ബയോഡീഗ്രേഡബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ട് അല്ലെങ്കിൽ ബയോളജിക്കൽ ആക്ഷൻ്റെ ഫലമായിട്ട് അത് വിഘടിക്കത്തില്ല. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായി വിഘടിക്കുന്നവയെന്നും സ്വാഭാവികമായി വിഘടിക്കാത്തവയെന്നും നമുക്ക് പൊള്യൂട്ടൻസിന് തരംതിരിക്കാൻ പറ്റും. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിയുകയാണെങ്കിൽ അത് അവിടെ എത്രയോ കാലം അങ്ങനെ തന്നെ കിടക്കും. 10, 50, 100 വർഷമൊക്കെ കിടക്കുന്ന, വിഘടിക്കാതെ കിടക്കുന്ന പലതരത്തിലുള്ള പോളിമേഴ്സ് ഉണ്ട്. അതേസമയം ചില പൊള്യൂട്ടൻസ്, ഇപ്പം ഭക്ഷണ പദാർത്ഥങ്ങളുടെ അങ്ങനെയുള്ള മാലിന്യങ്ങളൊക്കെ ആണെങ്കിൽ അത് വിഘടിച്ച് മണ്ണിനോട് ലയിച്ചു ചേരും. അതാണ് ബയോഡീഗ്രേഡബിൾ എന്നർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് കാറ്റഗറി, ബയോഡീഗ്രേഡബിൾ എന്നും നോൺ ബയോഡീഗ്രേഡബിൾ എന്നും നമുക്ക് പൊള്യൂട്ടൻസിനെ രണ്ടായി തിരിക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഒക്കറൻസ്: പ്രൈമറി പൊള്യൂട്ടൻസ് ആൻഡ് സെക്കൻഡറി പൊള്യൂട്ടൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് പ്രൈമറി പൊള്യൂട്ടൻസ് എന്താണെന്ന്. പ്രൈമറി പൊള്യൂട്ടൻസ് എൻവയോൺമെൻറ്റിൽ വന്നു കഴിയുമ്പോൾ, എയറിൽ വന്നു കഴിയുമ്പോൾ അത് സൂര്യപ്രകാശവുമായി പ്രതിപ്രവർത്തിച്ച് പുതിയ പൊള്യൂട്ടൻസ് ഉണ്ടാകും. അപ്പോൾ അത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡ്, സൾഫർ കത്തി ഉണ്ടാകുന്ന സൾഫർ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് സൾഫർ ട്രൈ ഓക്സൈഡ് ഉണ്ടാകും. അത് സെക്കൻഡറി പൊള്യൂട്ടൻസ് ആണ്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഒക്കറൻസ്, അത് തുടങ്ങിയത് നമ്മുടെ പ്രവർത്തന ഫലമായി ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ ഫലമായിട്ടാണ് തള്ളപ്പെടുന്ന പൊള്യൂട്ടൻസ്, അത് പ്രൈമറി പൊള്യൂട്ടൻസ്. അത് ഫർദറായിട്ട് അത് ഡീകമ്പോസ് ചെയ്ത് വരുമ്പോൾ അത് സെക്കൻഡറി പൊള്യൂട്ടൻസ്. ഓൺ ദ ബേസിസ് ഓഫ് മീഡിയം, ചില പൊള്യൂട്ടൻസിന് വായുവിനെ മലിനീകരിക്കുന്നു, വെള്ളത്തെ മലിനീകരിക്കുന്നു, മണ്ണിനെ മലിനീകരിക്കുന്നു. അപ്പോൾ അതിന് ഓൺ ദ ബേസിസ് ഓഫ് മീഡിയം എന്ന് പറയാം. ഓൺ ദ ബേസിസ് ഓഫ് എക്സിസ്റ്റൻസ്: ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പുറകെ പഠിക്കാം. Classification of pollutants. Quantitative pollutants: they normally occur in the environment but acquire the status of a pollutant when their concentration increases due to enhanced human activities. Example: carbon dioxide. Qualitative pollutants: they do not naturally occur in the environment but are added by human activities. Example: insecticides. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് തരത്തിലുള്ള പൊള്യൂട്ടൻസിനാണ് കാണുന്നത്: ക്വാണ്ടിറ്റേറ്റീവ് പൊള്യൂട്ടൻസും ക്വാളിറ്റേറ്റീവ് പൊള്യൂട്ടൻസും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് പൊള്യൂട്ടൻസ് എന്ന് പറയുന്നത് ദേ നോർമലി ഒക്കർ ഇൻ ദി എൻവയോൺമെൻറ്റ്. സ്വാഭാവികമായും നമ്മുടെ ആക്ടിവിറ്റിയുടെ ഫലമല്ലാതെയും ഈ പൊള്യൂട്ടൻസ് എൻവയോൺമെൻറ്റിലേക്ക് തള്ളപ്പെടുന്നുണ്ട്, സ്വാഭാവികമായും അത് ഒക്കർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടാണ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നത്, അന്തരീക്ഷത്തിലുള്ള അതിൻ്റെ അളവ് വർദ്ധിക്കുന്നത്. ഉദാഹരണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു നാച്ചുറൽ പ്രക്രിയയിൽ കൂടി തന്നെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അത് കൂടാതെ തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അന്തരീക്ഷത്തിലെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പൊള്യൂട്ടൻസിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് പൊള്യൂട്ടൻസ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി, അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. Then qualitative pollutants: they do not naturally occur in the environment but they are added by human activities. So these type of pollutants, they are not naturally occurring. For example, insecticides. അപ്പോൾ insecticides or pesticides, they are being manufactured by mankind, humans. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റിയുടെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള പൊള്യൂട്ടൻസ് എൻവയോൺമെൻറ്റിലേക്ക് വരുന്നത്. അതാണ് ക്വാളിറ്റേറ്റീവ് പൊള്യൂട്ടൻസ് എന്ന് പറയുന്നത്. Then primary pollutants. Primary pollutants are those which are emitted from the source and persist in the form in which they were added to the environment. ഇപ്പോൾ പ്രൈമറി പൊള്യൂട്ടൻസ് എന്ന് പറയുന്നത്
ഈ പൊള്യൂട്ടൻസ് സോഴ്സിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് തള്ളപ്പെട്ടപ്പോൾ ഏത് ഫോമിലായിരുന്നോ അതേ ഫോമിൽ തന്നെ അത് എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ നിലനിൽക്കുന്നു. The pollutants are those, the primary pollutants are those which are emitted from the source and persist. Persist means remain as it is. അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. In the form in which they were added to the environment. ഉദാഹരണം പറയുകയാണെങ്കിൽ ആഷ്, ഡസ്റ്റ്, ഹൈഡ്രോകാർബൺ എക്സെട്ര. അപ്പം ആഷായിട്ട് എൻവയോൺമെൻറ്റിലേക്ക് വരുന്നത് അവിടെ ആഷായിട്ട് തന്നെ നിലനിൽക്കുന്നു, ഡസ്റ്റായിട്ട് വരുന്നത് ഡസ്റ്റായിട്ട് നിലനിൽക്കുന്നു, ഹൈഡ്രോകാർബൺസ് ആയിട്ട് തള്ളപ്പെടുന്നത് ഹൈഡ്രോകാർബൺസ് ആയിട്ടും അത് നിലനിൽക്കുന്നു. അവയാണ് പ്രൈമറി പൊള്യൂട്ടൻസ് എന്നത്. സെക്കൻഡറി പൊള്യൂട്ടൻസ്. സെക്കൻഡറി പൊള്യൂട്ടൻസ് ആർ ദോസ് ഫോംഡ് ഫ്രം പ്രൈമറി പൊള്യൂട്ടൻസ്. പ്രൈമറി പൊള്യൂട്ടൻസിൽ നിന്നും വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബൈ കെമിക്കൽ റിയാക്ഷൻ. ഇപ്പോൾ സൾഫർ ട്രയോക്സൈഡ് ഒരു സെക്കൻഡറി പൊള്യൂട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ പെറോക്സി അസൈൽ നൈട്രേസ്, PAN എന്ന പേരിൽ അറിയപ്പെടുന്ന പെറോക്സി അസൈൽ നൈട്രേസ് ഒരു സെക്കൻഡറി പൊള്യൂട്ടൻ്റ് ആണ്. Then global pollutants. Pollutants cause damages when their concentration increases beyond a permissible level. I repeat, global pollutants are those pollutants which cause damages when their concentration increases beyond a permissible level. The pollutants accumulating near the Earth's surface may increase in concentration at a higher level and cause detrimental effects on the atmosphere. When the atmosphere is considerably influenced by the concentration of any pollutant, such a pollutant is called a global pollutant. For example, the gaseous pollutants like carbon monoxide, sulfur dioxide, chlorofluorocarbons, nitrogen oxides produced by industries are global pollutants. Global pollutants adversely affect ഗ്ലോബൽ മീൻ ടെമ്പറേച്ചർ, ക്ലൈമറ്റ് എക്സെട്ര. ഒരു ഗ്ലോബൽ പൊള്യൂട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊള്യൂട്ടൻ്റ് കൊണ്ടുണ്ടാകുന്ന അനന്തരഫലം ആഗോളതലത്തിൽ, അതായത് ഗ്ലോബൽ ക്ലൈമറ്റിനെ അല്ലെങ്കിൽ മീൻ ഗ്ലോബൽ ടെമ്പറേച്ചറിനെ വരെ സ്വാധീനിക്കത്തക്ക രീതിയിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള പൊള്യൂട്ടൻസാണ് ഗ്ലോബൽ പൊള്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വ്യവസായ സംരംഭത്തിൽ നിന്ന് തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡോ സൾഫർ ഡയോക്സൈഡോ അതിവിടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്, അതിന് ആഗോളതലത്തിൽ തന്നെ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആഗോളതലത്തിൽ തന്നെ പരിസ്ഥിതിയെ സ്വാധീനിക്കുന്ന ഡെട്രിമെൻ്റൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്ന പൊള്യൂട്ടൻ്റാണ് ഗ്ലോബൽ പൊള്യൂട്ടൻ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റീജിയണൽ പൊള്യൂട്ടൻസ്. When the damage caused by a pollutant is limited to a region, then it can be considered as a regional pollutant. ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് മാത്രം, ഒരു പ്രദേശം, ഒരു റീജിയൻ, ഒരു മേഖലയ്ക്ക് മാത്രം ഒരു പാരിസ്ഥിതിക മലിനീകരണം ഉണ്ടാക്കുന്നു. It occurs mainly by the concentration of the pollutants near the Earth's surface. The atmospheric pollutants have long distance impacts on regional and continental scale. ഒരു പ്രാദേശികമായിട്ട്, അതായത് ഒരു റീജിയനിൽ മാത്രം, ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അതായത് പൊള്യൂഷൻ കൊണ്ടുണ്ടാകുന്ന അനന്തരഫലം ഒരു പ്രത്യേക മേഖലയെ മാത്രമേ സ്വാധീനിക്കുന്നുവെങ്കിൽ അതാണ് റീജിയണൽ പൊള്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. ലോക്കൽ പൊള്യൂട്ടൻസ്. പ്രാദേശികമായി ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന പൊള്യൂട്ടൻസ് ആണ് ലോക്കൽ പൊള്യൂട്ടൻസ്. A pollutant is a substance or energy introduced into the environment. If the pollutant causes damages to the local premises only, then it is a local pollutant. The local pollutants causes damage near the emission source. I repeat, the local pollutants cause damages near the emission source. നമ്മളൊരു തദ്ദേശ ഭരണ സ്ഥാപനം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ, ആ ഗ്രാമപഞ്ചായത്തിലുണ്ടാകുന്ന മാലിന്യമെല്ലാം കൂടെ കൂടി ഏതെങ്കിലും മേഖലയിൽ കൊണ്ട് ഒന്നിച്ചു കൂട്ടി ഒരു ട്രഞ്ചിങ് ഗ്രൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ട്രഞ്ചിങ് ഗ്രൗണ്ട് എവിടെയാണോ ആ പ്രാദേശികമായിട്ട് മാത്രമായിരിക്കും ഈ പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു പ്രദേശത്ത് ഒരു ലോക്കൽ ആയിരിക്കുന്ന ഒരു ലൊക്കാലിറ്റിയെ മാത്രം, ഒരു ഗ്രാമപഞ്ചായത്തോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രാദേശികമായിരിക്കുന്ന ഒരു ചെറിയ പ്രദേശത്തെ മാത്രം
സ്വാധീനിക്കുന്ന, അവിടെ മാത്രം പിന്നെ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാകുന്ന പൊള്യൂട്ടൻസ് ആണെങ്കിൽ അത് ലോക്കൽ പൊള്യൂട്ടൻസ്. Persistent and non-persistent pollutants. The terms persistent and non-persistent pollutants refer to how long a pesticide stays in the environment. Non-persistent pesticides decompose or degrade by natural biological communities and are removed from the environment relatively quickly. But in contrast, the persistent pesticides or pollutants are not at all decomposed or degraded by the biological communities and remain in the environment for a very long period, causing detrimental effects and damages to the ecological system. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പെർസിസ്റ്റൻ്റ് ആൻഡ് നോൺ പെർസിസ്റ്റൻ്റ് പൊള്യൂട്ടൻസ് ആണ്. പെർസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അത് പെർസിസ്റ്റ് ചെയ്യുന്നു ദീർഘകാലം. നോൺ പെർസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അത് വേഗത്തിൽ ഡീഗ്രേഡ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് അത് വിഘടിച്ചു പോകുന്നു. അപ്പോൾ പെർസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു പൊള്യൂട്ടൻ്റ് അതൊരു ബയോളജിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് അത് വിഘടിച്ച് പോകത്തില്ല, പെർസിസ്റ്റ് ചെയ്യും ഫോർ എ ലോങ് ടൈം. വേറാസ് ഒരു നോൺ പെർസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആ നോൺ പെർസിസ്റ്റൻ്റ് അതിന് നിലനിൽക്കാൻ പറ്റത്തില്ല ഫോർ എ ലോങ് ടൈം, ബിക്കോസ് ഇറ്റ് ഈസ് ബീയിങ് ഡീകമ്പോസ്ഡ് ബൈ ബയോളജിക്കൽ കമ്മ്യൂണിറ്റീസ്. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പെർസിസ്റ്റൻ്റ് ആൻഡ് നോൺ പെർസിസ്റ്റൻ്റ് പൊള്യൂട്ടൻസ്. പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊള്യൂട്ടൻസ് പോപ്സ്. അപ്പോൾ പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊള്യൂട്ടൻസ് എന്ന് പറയുന്നതാണ്. ആക്ച്വലി പെർസിസ്റ്റൻ്റ് പൊള്യൂട്ടൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പോപ്സ് ആണ്. POP, പോപ്സ്, ദാറ്റ് ഈസ് പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊള്യൂട്ടൻസ്. പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊള്യൂട്ടൻസ് ആർ ഓൾസോ നോൺ ആസ് ഫോർ എവർ കെമിക്കൽസ്. അതായത് എക്കാലവും അല്ലെങ്കിൽ ഒരു വളരെ ദീർഘകാലം അത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടായിരിക്കുമെന്ന് അതിൻ്റെ അർത്ഥം. ദേ ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് that are resistant to environmental degradation through chemical, biological and photolytic process. I repeat, the persistent organic pollutants are resistant to environmental degradation. സ്വാഭാവികമായിട്ടുള്ള വിഘടനം അത് ഉണ്ടാകുന്നില്ല. എങ്ങനെ? ത്രൂ കെമിക്കൽ, ഒരു രാസപ്രവർത്തനത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു ജൈവിക പ്രവർത്തനത്തിലൂടെയോ അതല്ലെങ്കിൽ അത് പ്രകാശവുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോലിറ്റിക് പ്രോസസ്സ്, പ്രകാശവുമായി ബന്ധപ്പെട്ടുള്ള രാസപ്രവർത്തനത്തിലൂടെയോ അത് വിഘടിച്ചു പോകുന്നില്ല. ഡ്യൂ ടു ദ പെർസിസ്റ്റൻസ് ഇൻ എൻവയോൺമെൻറ്റ് ദേ അക്യുമുലേറ്റ് വിത്ത് പൊട്ടൻഷ്യൽ അഡ്വേഴ്സ് ഇമ്പാക്ട്സ് ഓൺ എക്കോസിസ്റ്റം ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്. ദീർഘകാലം ഇത് അന്തരീക്ഷത്തിലും നമ്മുടെ മണ്ണിലും ജലത്തിലും വായുവിലുമൊക്കെ ഇത് നിലനിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും അത് ആരോഗ്യത്തെയും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെയും ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ്. പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊള്യൂട്ടൻസ് എൻവയോൺമെൻറ്റിലേക്ക് വരുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയുമാണ് ഈ ഒരു സെഷനിൽ എടുക്കാനുള്ളത്. സോ ദാറ്റ് ഈസ് ഓൾ ഇൻ ദിസ് പർട്ടിക്കുലർ സെഷൻ ആൻഡ് യു ആർ ഗിവൺ ആൻ അസൈൻമെൻറ്റ്. ദ അസൈൻമെൻറ്റ് ഈസ് യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പെർസിസ്റ്റൻ്റ് ആൻഡ് നോൺ പെർസിസ്റ്റൻ്റ് പൊള്യൂട്ടൻസ്. സോ ഇവിടെ നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് ഞാൻ തരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് സൂട്ടബിൾ എക്സാമ്പിൾസ് ഫോർ പെർസിസ്റ്റൻ്റ് ആൻഡ് നോൺ പെർസിസ്റ്റൻ്റ് പൊള്യൂട്ടൻസ്. So you have to differentiate between the persistent and non-persistent pollutants with the suitable examples. So the last date for submitting the assignment is August 22, 2020. So നിങ്ങൾ ഈ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി പഠിക്കുമ്പോൾ, എൻവയോൺമെൻറ്റൽ സയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ എൻവയോൺമെൻ്റലി കമ്മിറ്റഡ് സിറ്റിസൻസായി മാറണം. അതിനുവേണ്ടിയാണ് ഇങ്ങനൊരു സ്റ്റഡി എൻവയോൺമെൻറ്റൽ സയൻസ് അല്ലെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി അക്കാഡമിക് കരിക്കുലത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നത്. So just listen to these words. Never doubt that a small group of thoughtful, committed citizens can change the world. Indeed, it is the only thing that ever has. Thank you.